ഹലോ ചാപ്റ്റർ 12 ടേക്കിംഗ് ചാർജ് ഓഫ് വേസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 റെഡ്യൂസ് റീയൂസ് എന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം അതിൻ്റെ ബാക്കി ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. A place of pride. Many of the villages and cities mentioned below had garbage littered around them, but now they are perhaps the cleanest areas in the country. How did the people of these places change their surroundings? ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. മുന്നേ പല സ്ഥലങ്ങളിലും നിറയെ വേസ്റ്റുകൾ അവിടെയും ഇവിടെയും വാരി വലിച്ചിട്ടിരുന്ന ആളുകള് ഇപ്പോ അതൊക്കെ ക്ലീൻ ആക്കി ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ക്ലീനസ്റ്റ് സിറ്റീസ് ആയി മാറിയിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്? Today, let's take a tour of a village called Silluk in Arunachal Pradesh. അരുണാചൽ പ്രദേശിലുള്ള സില്ലുക് എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. As we enter the village, we notice clean roads. There is no trash lying on the roadsides or in the corners or open spaces. അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ റോഡിലോ പരിസരത്തോ ഒന്നും ഒരു വേസ്റ്റ് പോലും കാണാൻ പറ്റില്ല. The streets lined with trees. റോഡിന്റെ രണ്ട് സൈഡിലും ഭംഗിയായിട്ട് മരങ്ങൾ പിടിപ്പിച്ചിരിക്കുകയാണ്. Feel as if we are walking in a garden. ഓരോ റോഡിലും നടക്കുമ്പോൾ നമ്മൾ ഏതോ ഗാർഡനിലൂടെ നടക്കുകയാണെന്നൊരു ഫീല് വരും. This village has received an award for managing its waste in the best possible way. It is called a zero waste village. ആ ഒരു വില്ലേജ് അറിയപ്പെടുന്നത് സീറോ വേസ്റ്റ് വില്ലേജ് എന്നാണ്. അതായത് ഒരു വേസ്റ്റ് പോലും ഇല്ലാത്ത വില്ലേജ്. Like Silluk, there are many more villages in our country that are a model for waste management practices. Chotanarina was one of the first village to become waste free. ഇനി അടുത്തൊരു വില്ലേജ് ആണ്. ഇവിടെയൊക്കെ വേസ്റ്റ് ഫ്രീ അല്ലെങ്കിൽ സീറോ വേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റ് അവരെന്തായിരിക്കും ചെയ്യുക? Several other towns and cities such as Indore and Mysuru stand out for being clean cities. Ask your elders if there is any village, town or city that they know about which is known for its cleanliness. You can share the information you learn from your elders in your class. Find out from your parents or teachers about Swachh Bharat Mission. There is something called Swachh Bharat Mission. നിങ്ങളുടെ സ്കൂളിൽ എല്ലാ വർഷവും ജനുവരി 30th സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലെങ്കിൽ സ്വച്ഛ് ഭാരത് മിഷൻ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ കണ്ട വില്ലേജുകളിലൊക്കെ അവരെങ്ങനെയാണ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, സെപ്പറേറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ്. If you look around, you will notice dustbins of two colors. ഇങ്ങനെ ക്ലീൻ ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും നിങ്ങൾ ഇതേപോലെ രണ്ട് കളറുള്ള ഡസ്റ്റ്ബിൻസ് കണ്ടിട്ടുണ്ടാകും. എന്താണ് ഇതിന്റെ യൂസ്? These could be placed in your school, local market, park or at a bus stand, railway platform or at a mela. Why are these two kinds of dustbins used? Let's read on to learn what we put in these dustbins. The green dustbin is used for things like dried leaves or branches, fruit peels, vegetable waste or eggshell. These material rot easily and mix with soil. Waste in the green dustbin can be added to soil where it gets converted into compost, food for plants and for tiny animals that live in the soil. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അവിടെ സീറോ വേസ്റ്റ് ഉണ്ടായിരിക്കുന്നത്? ആ വേസ്റ്റിനെ അവർ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഗ്രീൻ ഡസ്റ്റ്ബിനിൽ അവരിടുന്ന വേസ്റ്റുകൾക്കൊക്കെ ഒരു കോമൺ സ്വഭാവമുണ്ട്. എന്താ അത്? ഡ്രൈഡ് ലീവ്സ്, ബ്രാഞ്ചസ്, ഫ്രൂട്ട് പീൽസ്, ഇതൊക്കെ ഫുഡ് വേസ്റ്റോ അല്ലെങ്കിൽ ഈസി ആയിട്ട് റോട്ട് ചെയ്യുക, ചീഞ്ഞ് സോയിലിൽ ആഡ് ആയി പോവാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുഡ് വേസ്റ്റോ അല്ലെങ്കിൽ വെറ്റ് വേസ്റ്റോ അല്ലെങ്കിൽ അഴുകിപ്പോകാൻ സാധ്യതയുള്ള വേസ്റ്റുകളോ ആണ് ഗ്രീൻ ഡസ്റ്റ്ബിനിൽ ഇടുന്നത്. എന്നിട്ട് ലേറ്റർ അതിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റും.
ആ കമ്പോസ്റ്റ് നമുക്ക് ഗാർഡനിലും ഫാമിലും ഒക്കെ ചെടികൾക്ക് ഫുഡായിട്ട് കൊടുക്കാം. ഇനി അത് മാത്രമല്ല, സോയിലിൽ ജീവിക്കുന്ന കുഞ്ഞു കുഞ്ഞു ജീവികൾക്ക് അത് ആഹാരമായി മാറുകയും ചെയ്യും. The blue dustbin is used for things made of metal, glass, plastic and paper. ഈ മെറ്റലോ ഗ്ലാസോ പ്ലാസ്റ്റിക്കോ പേപ്പറോ ഒക്കെ അലിഞ്ഞു പോകാനോ അഴുകി പോകാനോ സാധ്യതയുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ന്യൂ ഒബ്ജക്ട്സ് ക്യാൻ ബി മെയ്ഡ് ഫ്രം മെറ്റീരിയൽ ലൈക്ക് മെറ്റൽ, ഗ്ലാസ്, പ്ലാസ്റ്റിക്, പേപ്പർ ദാറ്റ് ആർ ബീൻ ത്രോൺ അവേ. ദിസ് ഈസ് കോൾഡ് റീസൈക്ലിംഗ്. അടുത്ത ടേം നമ്മൾ പഠിക്കുന്നത് എന്താണ്? റീസൈക്ലിംഗ്. മുന്നത്തെ പാട്ടില് 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് പഠിച്ചത്. റെഡ്യൂസ്, വേസ്റ്റ് ആക്കി മാറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് റെഡ്യൂസ് ചെയ്യാം. ഇനി റീയൂസ്, ഒരിക്കൽ ഉപയോഗിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. അപ്പൊ പുതിയ കാര്യങ്ങൾ വാങ്ങി വേസ്റ്റ് ആക്കി മാറ്റേണ്ടി വരില്ല. ഇനിയാണ് മൂന്നാമത്തെ കാര്യം, റീസൈക്ലിംഗ്. ഇതിനെ വേറെ എന്തെങ്കിലും ആക്കി കൺവേർട്ട് ചെയ്ത് മാറ്റി ഉണ്ടാക്കാൻ പറ്റും. പേപ്പേഴ്സ്, യൂസ് ചെയ്ത കുറേ ഓൾഡ് പേപ്പേഴ്സ് ഉപയോഗിച്ച് പുതിയ പേപ്പേഴ്സ് ഉണ്ടാക്കി മാറ്റാം. ആ പുതിയ പേപ്പർ ഉപയോഗിച്ച് പുതിയ നോട്ട്ബുക്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പുതിയ ന്യൂസ് പേപ്പർ ഉണ്ടാക്കാം. ഇനി ഗ്ലാസസ്, ഈ ഗ്ലാസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതിനെ റീസൈക്കിൾ ചെയ്ത് പുതിയ ഗ്ലാസസ് ഉണ്ടാക്കാൻ പറ്റും. മെറ്റലിനെ അതുപോലെ ചൂടാക്കി ഉരുക്കി പുതിയതായിട്ടൊരു മെറ്റൽ സാധനങ്ങൾ ഉണ്ടാക്കാം. Some villagers have bins for each of these materials separately so that it is easier to send them to different places for recycling. അപ്പോൾ ഗ്രീൻ ഡസ്റ്റ്ബിനുള്ള സാധനങ്ങൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സെൻഡ് ചെയ്യും. ബ്ലൂ ഡസ്റ്റ്ബിനുള്ള സാധനങ്ങളോ റീസൈക്ലിംഗ് ഫെസിലിറ്റീസിലേക്ക് സെൻഡ് ചെയ്യും. നമ്മൾ ഫുഡ് വേസ്റ്റ് കൊണ്ടുപോയിട്ട് ബ്ലൂ ഡസ്റ്റ്ബിനിലിട്ടാൽ എന്ത് സംഭവിക്കും? അതിലുള്ള പ്ലാസ്റ്റിക്കും മെറ്റലിൻ്റെ ഒക്കെ കൂടെ ഫുഡ് വേസ്റ്റ് മിക്സ് ആയിട്ട് അതിനെ ആൾക്കാർക്ക് സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി മാറും അല്ലേ? അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ട് ഫുഡ് വേസ്റ്റോ വെറ്റ് വേസ്റ്റോ മാത്രമേ ഗ്രീൻ ഡസ്റ്റ്ബിനിൽ ഇടാൻ പാടുള്ളൂ. അതുപോലെ റീസൈക്കിളബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്, പേപ്പർ, മെറ്റൽ എന്നീ കാര്യങ്ങളാണ് ബ്ലൂ വേസ്റ്റ് ബിന്നിൽ ഇടേണ്ടത്. അപ്പൊ ചില വില്ലേജസ് ഒക്കെ ഇത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് എക്സ്ട്രാ ആയിട്ട് വേസ്റ്റുകൾ ഒന്നും ഇല്ലാത്തത്. അവർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ വേസ്റ്റും അവർ ഈതർ കമ്പോസ്റ്റ് ആക്കി മാറ്റും, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ കാര്യങ്ങളാക്കി മാറ്റും. ഇനി ഒരിക്കലും റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രം അവർ ഏറ്റവും പ്രോപ്പറായിട്ട് ഡംപ് ചെയ്യും. Separate and recycle their waste are able to keep their surrounding clean. They manage waste effectively. അങ്ങനെയാണ് അവർ വേസ്റ്റ് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നത്. Activity 6. Separate your waste. 2 dustbins are given below. Write names of the waste material which will go into each of them. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഈ 2 കളറുള്ള വേസ്റ്റിലും ഓരോന്നിലും ഏതൊക്കെ കാര്യങ്ങളാണ് ഇടേണ്ടതെന്ന്? അപ്പം ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഓരോന്നും പറഞ്ഞു പോവാം. നിങ്ങളുടെ ബുക്കിൽ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ സ്പേസിൽ എഴുതണം. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഏതിലേക്കാ പോവാ? ബ്ലൂ ഡസ്റ്റ്ബിൻ. ലീവ്സ് എവിടെ പോകും? ഗ്രീൻ ഡസ്റ്റ്ബിൻ. അനിയൻ പീൽസ് ഗ്രീൻ ഡസ്റ്റ്ബിൻ. ലൈറ്റ് ബൾബ്, ബൾബ് ചീത്തയായി പോയിട്ടുള്ള ബൾബൊക്കെ ബ്ലൂ ഡസ്റ്റ്ബിൻ. റോട്ടൻ ഫ്രൂട്ട് ഗ്രീൻ ഡസ്റ്റ്ബിൻ. പേപ്പർ ബ്ലൂ ഡസ്റ്റ്ബിൻ. എഗ് ഷെൽസ് ഗ്രീൻ ഡസ്റ്റ്ബിൻ. യൂസ്ഡ് പ്ലാസ്റ്റിക് മിൽക്ക് പാക്കറ്റ്സ്, ക്ലോത്ത്സ് ഇതൊക്കെ ബ്ലൂ ഡസ്റ്റ്ബിനിലാണ് ഇടുക. ഇനി നിങ്ങൾ ഇത് നോക്കി സ്വന്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ സ്ഥലങ്ങളിൽ എഴുതണം. ഓക്കെ? Each one of us can help to keep our home, neighborhood, school, city and country clean. Imagine നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ വീട് ഏറ്റവും നന്നായി ക്ലീൻ ചെയ്യാണ്. നിങ്ങളുടെ വീടിന്റെ പരിസരവും സറൗണ്ടിങ്സും നിങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ വീട്ടുകാരും ചെയ്താലോ? എല്ലാ ഷോപ്പിന്റെ ഉടമകളും അവരുടെ ഷോപ്സും അവരുടെ ഷോപ്പിന്റെ സറൗണ്ടിങ്സും ക്ലീൻ ചെയ്താലോ? എല്ലാ സ്കൂളുകളും ബാക്കിയുള്ള ഓഫീസും ബിൽഡിങ്സും ഒക്കെ അവരുടെ ഓഫീസും അതിന്റെ പരിസരവും ക്ലീൻ ആക്കിയാലോ? നമ്മുടെ കൺട്രി തന്നെ വളരെ ക്ലീൻ ആയി മാറും അല്ലേ? അപ്പോൾ ഓരോരുത്തരെയും റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ വീടും പരിസരവും ക്ലീൻ ചെയ്യേണ്ടത്. List the things that you can do to keep your home and classroom clean. I can keep my room tidy. ഒരു പോയിന്റ്. നിങ്ങൾക്ക് എങ്ങനെയാ നിങ്ങളുടെ വീട് ക്ലീൻ ചെയ്യാൻ പറ്റുക?
എനിക്ക് എൻ്റെ റൂം ക്ലീൻ ആക്കി വെക്കാൻ പറ്റും. അതുപോലെ ഐ ക്യാൻ ത്രോ വേസ്റ്റ് ഇൻ ദ ഡസ്റ്റ്ബിൻ. നിങ്ങൾ പേപ്പേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് പല കാര്യങ്ങളും ഉണ്ടാക്കും അല്ലേ? അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് വേസ്റ്റ് വരുന്ന പേപ്പേഴ്സും പിന്നെ പെൻസിൽ ഷേവിങ്സും ഒക്കെ ഉണ്ടാവും. അത് അവിടെ ഇവിടെയും വലിച്ചെറിയാതെ കറക്റ്റായിട്ട് ഡസ്റ്റ്ബിന്നിലിടാം. I can keep my room tidy. Yes, we have already discussed. I can avoid littering my school. സ്കൂളിലും ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് റാപ്പർ വലിച്ചെറിയണോ? നോ, യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. അത് കറക്റ്റ് ആയിട്ട് ഡസ്റ്റ്ബിന്നിൽ തന്നെ ഇടണം. Make a list of tools you have seen being used in your school or neighborhood for cleaning. Have you ever observed the tools that are used in your homes for cleaning? Make a list of these tools. നിങ്ങളുടെ വീട്ടിലും സ്കൂളിലും ഒക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളത് മാത്രം എഴുതുക. അറ്റ് സ്കൂൾ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ളത് എന്തൊക്കെയാ? ഡസ്റ്റ്ബിൻ, ബ്രൂം, ഡസ്റ്റ് പാൻ ഒക്കെ ഉണ്ടല്ലേ സ്കൂൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ വീട്ടിലും ബ്രൂം, മോപ്പ്, ഡസ്റ്റ് പാൻ, സ്പോഞ്ച്, ക്ലോത്ത് ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്നത്. ഡ്രോ പിക്ചേഴ്സ് ഓഫ് ദീസ് ടൂൾസ് ഇൻ ദ ബോക്സ് ഗിവൻ ബിലോ. അപ്പം നിങ്ങൾ കണ്ടിരിക്കുന്ന എല്ലാ ടൂൾസിൻ്റെയും ചിത്രങ്ങൾ ഇവിടെ വരയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഉണ്ടോ, മോപ്പും ചൂലും ബക്കറ്റും പിന്നെ ഡസ്റ്റ് പാനും ഒക്കെ വരച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ കണ്ടിരിക്കുന്ന വസ്തുക്കളൊക്കെ നിങ്ങളുടെ ബുക്കിലും വരയ്ക്കുക. കീപ്പിംഗ് അവർ സറൗണ്ടിങ് ക്ലീൻ. When you celebrate National Cleanliness Day, അതായത് 30th January, take a pledge to always keep yourself and your surrounding clean. നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ് ഓരോരുത്തരും പ്ലഡ്ജ് ചെയ്യണം. അതായത് ഞാൻ എൻ്റെ വീടും എൻ്റെ പരിസരവും എപ്പോഴും ക്ലീൻ ആക്കി വെക്കും. Remember not to create too much waste. Manage your waste and dispose of waste properly to build a cleaner and greener world. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ക്ലീൻലിനെസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരിക്കണം. വെറുതെ എവിടെയെങ്കിലും വേസ്റ്റ് ഒന്നും കൊണ്ടിടാതെ കറക്റ്റ് ആയിട്ട് അതിനെ മാനേജ് ചെയ്യണം. ഓക്കെ, our aim needs to be want not, waste not. നമ്മുടെ മെയിൻ എയിം എപ്പോഴും ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും വേണ്ട, കാരണം അത് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക, വേസ്റ്റ് ഒന്നും ജനറേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിച്ച 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി? റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാക്സിമം കുറയ്ക്കുക, പറ്റുന്ന കാര്യങ്ങളൊക്കെ റീയൂസ് ചെയ്യുക, അതുപോലെ റീസൈക്കിൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ റീസൈക്കിളും ചെയ്യാം. ലെറ്റ്സ് റിഫ്ലക്ട്. അപ്പോൾ ഇപ്പം ഇത്രയും പഠിച്ചതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അതിനേക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഹൗ ഈസ് വേസ്റ്റ് ക്രിയേറ്റഡ്. എങ്ങനെയാണ് വേസ്റ്റ് ഉണ്ടാവുന്നത്? Waste is created when we throw away things like food, plastic, paper and clothes. How can we manage waste? By reducing, reusing and recycling waste properly. To avoid use of plastic bags and bottles, look at your home and school closely. List all the items of plastic materials and write how these could be replaced by other safe materials. നിങ്ങൾ പ്ലാസ്റ്റിക് ബാഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. അതിനു പകരം നിങ്ങൾക്ക് എന്തുപയോഗിക്കാം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആലോചിച്ച് അതിനൊരു ലിസ്റ്റ് ആക്കി മാറ്റാം. For example, instead of plastic bottle, you can use steel bottle, and instead of plastic bag, you can use cloth bags. Plastic spoons ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം വുഡൻ സ്പൂൺസ് ഉപയോഗിക്കുക. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതിന്റെ ലിസ്റ്റ് താഴേക്ക് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി ഫിൽ ചെയ്യണം. ഓക്കെ, നെയിം 3 things in your school and home that would put in green dustbin and 3 things that you put in blue dustbins. ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതാം. എന്തൊക്കെയാ? ബനാന പീൽ, ഗ്രീൻ ഡസ്റ്റ്ബിൻ. ലെഫ്റ്റ് ഓവർ ഫുഡ്, ഗ്രീൻ ഡസ്റ്റ്ബിൻ. വെജിറ്റബിൾ പീൽസ്, ഗ്രീൻ ഡസ്റ്റ്ബിൻ. ന്യൂസ് പേപ്പർ, പ്ലാസ്റ്റിക് ബോട്ടിൽ, മെറ്റൽ ക്യാൻ ഒക്കെ ബ്ലൂ ഡസ്റ്റ്ബിനിൽ ഇടാം. Draw in your notebook. Make a poster to show a village or town that is managing its waste well. Give your poster a suitable title. ഒരു ഇമാജിനറി വില്ലേജ് നിങ്ങൾ വരയ്ക്കുക. അവർ എങ്ങനെയൊക്കെയാണ് വേസ്റ്റ്
പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതെന്നുള്ള ചിത്രവും വരയ്ക്കാം. നിങ്ങൾക്കൊക്കെ പറ്റും അല്ലേ? ഡിഫറെൻറ്റ് ഡസ്റ്റ്ബിൻസ് ഉണ്ടാക്കും, നന്നായിട്ട് വേസ്റ്റ് ഒക്കെ എവിടെയെങ്കിലും വലിച്ചെറിയാതെ അടിച്ചു വാരി ഡസ്റ്റ്ബിനിലിടും, ക്ലീൻ ആക്കി ഓരോ പരിസരവും വെക്കും. അപ്പം അങ്ങനെ നല്ലൊരു ഇമേജ് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ബുക്കിൽ വരയ്ക്കുക. എന്നിട്ടോ ആ ഒരു പോസ്റ്ററിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിലും കൊടുക്കുക. Enact in pairs. You can be a clean town and your partner dirty town. Engage in a short conversation talking about how you feel about being the way you are. നിങ്ങൾക്ക് രണ്ടുപേർക്ക്, നിങ്ങളുടെ ഒരു ഫ്രണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റിയും നിങ്ങളൊരു ഡേർട്ടി ആയിട്ടുള്ള സിറ്റിയുമാണ്. നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും? ക്ലീൻ സിറ്റി പറയും, ഹൗ ഡേർട്ടി യു ആർ, നീ നിന്നെ തന്നെ നോക്കിയോ, ഹൗ ഡേർട്ടി യു ആർ, നിനക്ക് എങ്ങനെയാണ് സ്മെല്ലൊക്കെ സഹിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. മേ ബി ഡേർട്ടി ടൗൺ പറയും, വാട്ട് കൻ ഐ ഡു, എൻ്റെ താമസിക്കുന്ന ആൾക്കാർ ഒട്ടും വൃത്തിയില്ലാത്ത ആൾക്കാരാണ്, അവർക്ക് ഇതൊന്നും ക്ലീൻ ആക്കണമെന്നേ ഇല്ല. അപ്പൊ ക്ലീൻ സിറ്റി മേ ബി പറയും, എൻ്റെ സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്, എത്ര പ്രോപ്പറായിട്ടാണ് അവർ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് കണ്ടോ. അങ്ങനെ അങ്ങനെ എങ്ങനെയാണോ ഒരു ഡേർട്ടി ടൗണും ഒരു ക്ലീൻ ടൗണും തമ്മിലുള്ള സംസാരം വരിക, നിങ്ങൾ ഇമാജിൻ ചെയ്ത് ഓരോരോ പോയിന്റ്സ് ആയിട്ട് എഴുതുക. Think, reflect and share. Imagine you are having a birthday party at your home. What are some of the ways in which you can try to have a zero waste birthday party? നേരത്തെ നമ്മൾ പല സീറോ വേസ്റ്റ് ടൗൺസിനെ പറ്റി പഠിച്ചു അല്ലേ? അതുപോലെ നിങ്ങളുടെ ബർത്ത്ഡേ എങ്ങനെയാണ് സീറോ വേസ്റ്റ് ബർത്ത്ഡേ പാർട്ടി ആക്കാൻ പറ്റുക. ഫോർ ദിസ്, first think about what kind of waste may be created in the birthday party and how you can avoid or reduce it. എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, യൂസ് സ്റ്റീൽ പ്ലേറ്റ്സ്. സ്റ്റീൽ പ്ലേറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടി കഴിഞ്ഞിട്ട് ഡിസ്പോസിബിൾ പ്ലേറ്റ് നിറയെ വേസ്റ്റിലേക്ക് ഇടും പോലെ ചെയ്യണ്ട. അത് നന്നായിട്ട് കഴുകി നിങ്ങൾക്ക് ഷെൽഫിൽ തിരിച്ചു വെക്കാം. അതുപോലെ കപ്സും, ഡിസ്പോസിബിൾ കപ്സ് ആണെങ്കിൽ കുടിച്ചു കഴിഞ്ഞിട്ട് വേസ്റ്റിലിടണം അല്ലേ? അതിന് പകരം സ്റ്റീൽ കപ്സോ ഗ്ലാസ് കപ്സോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴുകി നമുക്ക് വീട്ടിൽ വെക്കാം. ഡെക്കറേറ്റ് വിത്ത് പേപ്പർ ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ബലൂൺസ്. നന്നായി പേപ്പറുകൾ വെച്ച് അലങ്കരിക്കുക. എന്നിട്ട് ആ പേപ്പർ എന്ത് ചെയ്യും? ആ പേപ്പർ നമ്മൾ ബ്ലൂ ഡസ്റ്റ്ബിന്നിൽ കൊണ്ട് കൃത്യമായിട്ട് ഇടും. ഗിവ് പ്ലാന്റ്സ് ആസ് റിട്ടേൺ ഗിഫ്റ്റ്. റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് ചെറിയ ചെറിയ പ്ലാന്റ്സ് കൊടുക്കുക. അപ്പൊ അവർക്കത് വീട്ടിൽ കൊണ്ടുപോയി ചെടി നട്ട് അതിനെ നന്നായിട്ട് നോക്കാൻ പറ്റും. അപ്പൊ അതൊരു വേസ്റ്റ് ക്രിയേഷനും ആവില്ല. ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എഴുതണം. ഓക്കെ. Have you seen waste in nature? What do you think happens to the waste of animals, dried leaves and so on in a forest? ഫോറസ്റ്റിലൊക്കെ എന്താ സംഭവിക്കുന്നത്? It decomposes and turns into soil. അത് മണ്ണില് അലിഞ്ഞു ചേർന്ന് തിരിച്ച് മണ്ണായി തന്നെ മാറുകയാണ്. Leaves and animals waste mix with nature. ഇതൊക്കെ മണ്ണിൽ വീണ് മണ്ണിനോട് ചേർന്ന് അത് നേച്ചറിൽ തന്നെ മിക്സ് ആയി പോവുകയാണ്. എന്നാൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് കാരണം ഈ പ്ലാനറ്റ് തന്നെ ചീത്തയായി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ലാസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? മാനേജിങ് യുവർ വേസ്റ്റ്. എല്ലാവരും എല്ലാ ചാപ്റ്റേഴ്സും നന്നായി വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. എക്സാംസ് ഒക്കെ നന്നായിട്ട് എഴുതണം. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്കും പാഠമായിട്ട് എടുക്കണം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.